Hello friends, welcome to Shruti's Food Lab. ഇന്ന് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ലെബനീസ് ഫ്ലാറ്റ് ബ്രെഡ് റെസിപ്പി ആയിട്ടാണ്. മനേഷ് ZA'ATAR എന്നാണ് ഇതിന് പറയുന്നത്. ഇത് ഒട്ടുമിക്ക ഗൾഫ് കൺട്രീസിലെല്ലാം അവൈലബിൾ ആണ്. ZA'ATAR എന്ന് പറയുന്ന ഒരു ഹെർബ് മിക്സ് കൊണ്ട് ഉണ്ടാക്കുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രെഡ് റെസിപ്പിയാണിത്. റെസിപ്പിയിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ബ്രെഡ് ഉണ്ടാക്കാം. അതിനായിട്ട് ഒരു കപ്പ് ഇളം ചൂടുള്ള പാലിൽ 2 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഈസ്റ്റും കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാനാണ് നമ്മളിത് ചെയ്യുന്നത്. എന്നിട്ടൊരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഈസ്റ്റ് ആക്ടിവേറ്റ് ആയിട്ടുണ്ടാവും. ഇതിനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിൽ 2 കപ്പ് മൈദയും 2 നുള്ളു ഉപ്പും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ ഈസ്റ്റിൻ്റെ മിക്സ്ചർ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് മാവൊന്ന് കുഴച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 7 മിനിറ്റ് എടുത്ത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് ഒന്നുകൂടെ കുഴയ്ക്കാം. ഒരു 1/4 ടീസ്പൂൺ എണ്ണ കൂടി ഇതിൻ്റെ മേലെ ഒന്ന് തൂകിയ ശേഷം നമുക്കിത് മാവൊന്നും പൊങ്ങാൻ വേണ്ടി വെക്കാം. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് റാപ്പ് ഇട്ടൊന്ന് മൂടുന്നുണ്ട്. മാവ് പൊങ്ങി വരുന്ന നേരം കൊണ്ട് നമുക്ക് ZA'ATAR മിക്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം 1.5 ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മാക്സിമം 1 മിനിറ്റ് റോസ്റ്റ് ചെയ്താൽ മതിയാവും. ലോ ഫ്ലെയിമിലിട്ട് തന്നെ റോസ്റ്റ് ചെയ്യാം. റോസ്റ്റ് ചെയ്ത് ചൂടൊക്കെ മാറുമ്പോഴേക്കും നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അതുപോലെ ഇത് ZA'ATAR മിക്സായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് മാത്രം യൂസ് ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ എനിക്ക് അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ തൈം ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഹെർബ്സ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പ്രൊഡക്ട്സ് ഒക്കെ നിങ്ങൾക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സുമാക് പൗഡറാണ്. ഇതും ആമസോണിൽ അവൈലബിൾ ആണ്. ഇതിനൊരു ചെറിയൊരു പുളിപ്പൊക്കെ ഉണ്ട് ഇതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ ഇത് അവൈലബിൾ അല്ല, കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നാരങ്ങേൻ്റെ നീരോ അല്ലെങ്കിൽ നാരങ്ങേൻ്റെ തോല് ചെറുതായിട്ട് പൊടിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 4 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒലിവ് ഓയിലും സുമാക് പൗഡറും തൈമും ഒക്കെ ZA'ATAR മിക്സിൻ്റെ മേജർ ഇൻഗ്രീഡിയൻസ് ആണ്. ZA'ATAR മിക്സ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ആമസോണിലും അവൈലബിൾ ആണ്. അത് കിട്ടുകയാണെങ്കിൽ ഒലിവ് ഓയിൽ മാത്രം അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ ZA'ATAR മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനി നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പൊങ്ങാൻ വെച്ച മാവ് റെഡി ആയിട്ടുണ്ട്. ഡബിൾ സൈസിലായി വന്നിട്ടുണ്ട്. ഇതിനി ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കാം. രണ്ട് മിനിറ്റ് ഒന്ന് കുഴച്ചെടുത്ത ശേഷം നമുക്കിത് ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ചപ്പാത്തി ബോൾസിനെക്കാട്ടിലും കുറച്ചുകൂടെ വലുതായിട്ട് ഉരുട്ടിയെടുക്കണം. കുറച്ച് മൈദ വിതറിയിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇതിപ്പോൾ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി കൈകൊണ്ട് തന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കാം. കുക്ക് ചെയ്യുമ്പോൾ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ മേലെ 2 ടീസ്പൂൺ ZA'ATAR മിക്സ് വെച്ച് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്ത ശേഷം ഇനി നമുക്കൊരു പാൻ ചൂടാക്കാം. അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ZA'ATAR ബ്രെഡ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ടൊരു 7 മിനിറ്റ് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളുടെ മനേഷ് ZA'ATAR ബ്രെഡ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ ബാക്കിയിരിക്കുന്ന കൂടി നമുക്ക് ചെയ്തെടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ലെബനീസ് ബ്രെഡ് റെസിപ്പിയാണിത്. സുമാക്കും തൈമും ഒക്കെ വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് ഇതിന് വരുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നീട് കാണാം.